നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. കേട്ടിട്ടുണ്ടോ? പുഴയെ ഒരു സ്ത്രീയായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമാ ഗാനത്തിൻ്റെ ആദ്യ വരികളാണ്. പുഴ എന്നും കവികളെയും സാഹിത്യകാരന്മാരെയും ആകർഷിച്ചിട്ടുണ്ട്, പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. രൂപഭാവങ്ങൾ മാറുന്ന പുഴയുമായി ഡാലി അമ്മൂമ്മ വളർത്തിയെടുത്ത ആത്മബന്ധത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായൊരു കഥയാണ് ഇത്. നമുക്ക് നോക്കാം. ഡാലി അമ്മൂമ്മയുടെ പുഴ. പുഴ നമ്മോട് എന്തോ പറയുന്നുണ്ടല്ലോ, കേട്ടാലോ? നീ മര്യാദയ്ക്ക് പോയിക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്നുയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. കഥയുടെ തുടക്കം കൊള്ളാം അല്ലേ? രക്തബന്ധത്തിനപ്പുറം വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ അടയാളമാണിവിടെ കാണുന്നത്. അത്രയും അടുപ്പമുള്ളവർക്ക് മാത്രമേ ഇതുപോലെ സംസാരിക്കാൻ കഴിയൂ. തൻ്റെ പ്രിയമിത്രത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായി അവസാന ശ്രമമെന്ന രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് പുഴ. ഡാലി അമ്മൂമ്മ താമസിക്കുന്നത് എവിടെയാണ്? ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ, ഒരു തുരുത്തിലാണ്. തുരുത്ത് എന്താണെന്ന് അറിയാലോ? ചുറ്റും വെള്ളം, നടുക്ക് മാത്രം കര. ആ കര ഭാഗത്തിനാണ് തുരുത്ത് എന്ന് പറയാം. ചുറ്റും വെള്ളം ഉള്ള, നടുക്ക് മാത്രം കരഭാഗം ഉള്ള സ്ഥലമാണ് തുരുത്ത്. അപ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലേ ഇത്. ഡാലി അമ്മൂമ്മയുടെ വീടും ഡാലി അമ്മൂമ്മയും പുഴയുമൊക്കെ, പുഴ ആ വീട് നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും കാണുന്നുണ്ടല്ലേ. ഇത്തരം സ്ഥലത്തിനാണ് തുരുത്തെന്ന് പറയാം. ഇന്നാ ഇത് വച്ചോ. പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ടു കൊടുത്തു പുഴ. അയ്യോ പാവം! അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി. തണുത്ത് വിറയ്ക്കുന്നുണ്ട്. പുഴയുടെ തീരത്തുള്ള വീടാകുമ്പോൾ പുഴയിൽ നിന്നും പല ജീവികളും വീട്ടിനകത്തേക്ക് എത്തിച്ചേരും അല്ലേ? കരയിലും ഉണ്ടാകും പാമ്പുകളൊക്കെ. പുഴയിൽ നിന്നും ചാവാറായ ഒരു പെരുമ്പാമ്പ് കുഞ്ഞിന് ഡാലി അമ്മൂമ്മയുടെ കുടിലിനുള്ളിൽ എത്തപ്പെടുകയാണ് ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞ്. പുഴ ഇട്ട് കൊടുത്തതായിട്ടാണ് കഥയിൽ പറയുന്നത് അല്ലേ. പുഴ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊടുത്തു. ഡാലി അമ്മൂമ്മ പിന്നെ അതിനെ പരിചരിക്കുകയാണ്. ചൂട് കിട്ടാനായിട്ട് അടുപ്പിനരികിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അതിനോടുള്ള സംസാരമാണ്. നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അല്ലേ? എന്താ പറയുന്നത്? നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അവൻ ദയനീയമായി ഡാലി അമ്മൂമ്മയെ നോക്കി. ചുരുണ്ടുകിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. പുഴയോട് സംസാരിക്കുന്നത് പോലെ ആ പാമ്പിൻ കുഞ്ഞിനോടും അമ്മൂമ്മ സംസാരിക്കുന്നു. അമ്മൂമ്മയെ സംബന്ധിച്ചിടത്തോളം കൂട്ടിന് വേറെ ആരുമില്ല അല്ലേ. പുഴയും കാടും പൂക്കളും മഴയും ഒക്കെ തന്നെയാണ് കൂട്ട്. അപ്പോൾ അവിടെ പാമ്പിനോടും സംസാരിക്കുകയാണ്. പാമ്പിനെ അമ്മ എന്നതുപോലെ തലോടുകയാണ്, ആശ്വസിപ്പിക്കുകയാണ് അമ്മൂമ്മ. എന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലേ, നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ, അച്ഛനും അമ്മയൊന്നും ഇല്ലേ
എവിടെയാണ് ഇങ്ങനെ കണ്ണും മൂക്കൊന്നുമില്ലാതെ ഇറങ്ങി നടക്കുന്നത് എന്ന്. എന്നിട്ട് വീണ്ടും, ഊടുന്നു പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് എലീനെങ്ങാനും പിടിച്ച് തിന്നും കൊണ്ട് അടങ്ങിക്കിടന്നോളണം കേട്ടോ. അപ്പോൾ ആശ്വസിപ്പിച്ചതിന് ശേഷം, തലോടി പരിചരിച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപദേശങ്ങൾ കൂടി കൊടുക്കുകയാണ് അമ്മൂമ്മ. പുഴയിലൊന്നും ചെന്ന് ചാടാതെ മാളത്തിൽ ഒതുങ്ങിക്കഴിയണം എന്ന് പറയാണ്. ഒരു അമ്മയുടെ കരുതലും വാത്സല്യവും ഒക്കെ അമ്മൂമ്മയുടെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലിയമ്മൂമ്മ പറഞ്ഞു, എനിക്കുറക്കം വരണ്, നീ എവിടെയും പോ. ഡാലിയമ്മൂമ്മയുടെ ചൂട് വിട്ടു പോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല. ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി. പാവം തള്ളയില്ല പിള്ള. അമ്മൂമ്മയെ വിട്ടു പോകാൻ തോന്നാതെ ആ വാത്സല്യത്തിൻ്റെ ചൂടിൽ സുഖമായി ഉറങ്ങുകയാണ് പാമ്പിൻ കുഞ്ഞ്. തള്ളയില്ല പിള്ള എന്നുള്ളതൊരു നാടൻ പ്രയോഗമാണ്, പ്രാദേശികമായ ഒരു പ്രയോഗമാണത്. തള്ള എന്ന് വെച്ചാൽ അമ്മ അല്ലേ. ഇപ്പോൾ പിള്ള കുട്ടി, തള്ളയില്ല പിള്ള അമ്മയില്ലാത്ത കുട്ടി എന്ന് അർത്ഥം. ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്ററെങ്കിലും അകലെയായിരുന്നു. പിച്ചവച്ചു നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം. പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി. സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു. അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ. ഡാലിയമ്മൂമ്മയും പുഴയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ തുടക്കവും വളർച്ചയും ആഴവും ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഡാലിയമ്മൂമ്മയുടെ വീട്ടിനടുത്ത് നിന്നും 100 മീറ്ററോളം അകലെ മാത്രമേ ഉള്ളൂ ഈ പുഴയിലേക്ക്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ പുഴയുമായിട്ട് നല്ല ബന്ധമുണ്ട് ഡാലിയമ്മൂമ്മയ്ക്ക്. പിച്ചവച്ച് നടന്നു തുടങ്ങിയപ്പോൾ മുതൽ അവർക്കിടയിൽ സൗഹൃദം ഉണ്ടായി. പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പൊന്മുടിക്കാടുകളിൽ നിന്നാണ്. എന്നിട്ട് അറബിക്കടലിലേക്ക് ഒഴുകിച്ചേരുന്നു. ഡാലിയമ്മൂമ്മയും പുഴയും അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. വളരെ ശക്തമായ തീവ്രമായ സൗഹൃദമാണ് അവർ തമ്മിലുണ്ടായത്. മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത്. പുഴ നടന്ന് മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി. പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻവില നൽകിയും നാടുകടത്തി. മണലൂറ്റുകാരുടെ പൂഴി വാരുക, മണലൂറ്റുകാരുടെ പൂഴി വാരുന്നവരുടെ പ്രവർത്തനം പുഴയുടെ ഗതി തന്നെ മാറ്റി. അത് പല പ്രശ്നങ്ങൾക്കും കാരണമായി അല്ലേ. പല കുടുംബങ്ങളുടെയും ജീവിതത്തെ അത് ബാധിച്ചു. ചിലർ വീടും ജീവിതമാർഗവും ഒക്കെ ഉപേക്ഷിച്ച് കിട്ടിയ വിലയ്ക്ക് ഭൂമിയൊക്കെ വിറ്റിട്ട് പോയി. പോകാൻ കൂട്ടാക്കാത്തവരെ മണൽ കള്ളന്മാർ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടു. ചിലർക്ക് അവരുടെ ഭൂമിക്ക് വൻ വില നൽകിയും നാടുകടത്തി. അങ്ങനെ മണൽ മാഫിയക്കാരുടെ മണലൂറ്റൽ കൊണ്ട് പുഴ ഇല്ലാതാവുകയാണ്. പുഴയെ ആശ്രയിച്ചു കഴിഞ്ഞ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതമാർഗവും വീടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു.
മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയെയും ജീവിതങ്ങളെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് ഈ ഒരു ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒടുവിൽ ഡാലി അമ്മൂമ്മ മാത്രമായി. ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു. ക്രമേണ നിരാലംബരായ രണ്ട് വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവച്ചു. എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു. എല്ലാവരും നാടുവിട്ടു പോയപ്പോൾ ഡാലി അമ്മൂമ്മയുടെ അതേ പ്രായത്തിലുള്ള ഡാലി അമ്മൂമ്മയെ സംബന്ധിച്ചിടത്തോളം ഡാലി അമ്മൂമ്മയുടെ അതേ പ്രായം തന്നെയാണല്ലേ പുഴയ്ക്ക്. അങ്ങനെ അവർ മാത്രം അവിടെ ബാക്കിയായി. പലരും അവിടം വിട്ടു പോകാൻ ഉപദേശിച്ചെങ്കിലും ഡാലി അമ്മൂമ്മയെ ഉപദേശിച്ചെങ്കിലും അവർ അവിടം വിട്ടു പോകാൻ തയ്യാറായില്ല. കിളവി വയസ്സാങ്കാലത്ത് എവിടെ കിടന്ന് തണുത്തു വിറച്ച് ചാവാതെ നെടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കിൻ. അങ്ങനെ പലരും ഉപദേശിക്കുകയാണ്, മോളെ വീട്ടിലൊക്കെ പോയി താമസിക്കാൻ, ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട, ഒറ്റയ്ക്ക് കഴിയേണ്ട എന്നൊക്കെ പറഞ്ഞ് പലരും ഉപദേശിച്ചു. അവന്മാരോട് ഡാലി മറുപടിയൊന്നും പറഞ്ഞില്ല. 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും. പുഴ എങ്ങനെ പെരുമാറുമെന്നറിഞ്ഞുകൂടാ. പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്തു കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു. ഞാനാണ് ജില്ലാ കളക്ടർ. തേയില വെള്ളം ഇടട്ടെ മോനെ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അങ്ങനെ പിറ്റേന്ന് ഒരു സംഘം ആളുകൾ ഡാലി അമ്മൂമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ അവരുടെ വീടിൻ്റെ മുന്നിലുള്ള കസേരയിൽ ഇരുന്നിട്ട് സംസാരിച്ചു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ ഡാലി അമ്മൂമ്മയ്ക്ക് ജില്ലാ കളക്ടറായാലും സാധാരണക്കാരായാലും എല്ലാം ഒരുപോലെയാണ്. എല്ലാവരും അമ്മൂമ്മയ്ക്ക് ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും മക്കളെപ്പോലെ തന്നെ. അതുകൊണ്ടാണ് തേയില വെള്ളം ഇടട്ടെ, ചായ ഇടട്ടെ എന്ന് ചോദിച്ചത്. ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് പുഴയും ഞാനും കൂടെ തംതാരിച്ച് തീരുമാനിച്ചയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുത്താൽ ചിലപ്പം ശിക്ഷ ഇളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ്. അതിങ്ങനെ പല നാടുകൾ ചുറ്റണയല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാർ പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളിയെ പോലെയാണിപ്പോൾ പുഴയുടെ അവസ്ഥ, അല്ലേ? തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവർ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാറുണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതുപോലെ മരണാസന്നയായ പുഴ മണലൂറ്റുകാരിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാഷ്ട്രപതിക്കൊരു ഹർജി കൊടുത്തിരുന്നു. ഇപ്പോൾ ഡാലി അമ്മൂമ്മ മുഖേന പത്രക്കാരുടെ സഹായത്തോടു കൂടി അങ്ങനെ പുഴ ഒരു ഹർജി കൊടുക്കുകയാണ് രാഷ്ട്രപതിക്ക്, ഒരു ദയാഹർജി. അതിനെക്കുറിച്ചാണ് ഇവിടെ കലക്ടർ സൂചിപ്പിക്കുന്നത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ്, അല്ലേ, ഗവൺമെൻറ്റിൻ്റെ, മുഖ്യമന്ത്രിയുടെ, രാഷ്ട്രപതിയുടെ ഒക്കെ പ്രതിനിധിയായിട്ടാണ് കളക്ടർ അമ്മൂമ്മയെ കാണാൻ വന്നിരിക്കുന്നത്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അപ്പോൾ അമ്മൂമ്മ പറയുകയാണ്, എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവല മീൻ കിട്ടും. പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടി പാലം പോലെ വരും. അല്ല, ഒരു ഉഷാറില്ലല്ലോ നിന്നെ കണ്ടിട്ടല്ലേ. ഇത്രയും പേരുടെ പ്രതിനിധിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ നിന്നെ കാണാനൊരു ഉഷാറില്ലല്ലോ, ഒരു ചുണയില്ലല്ലോ, അല്ലെ, ഒരു ചൊടിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കലക്ടറോട് അമ്മൂമ്മ. എന്നിട്ട് നല്ല ഉഷാറാവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും കൊടുക്കുകയാണ്. പുഴമീനും ചമ്പാവരിയും, നമ്മുടെ നാട്ടിലൊക്കെ മട്ട അരി എന്ന് പറയുന്ന അരി,
ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് അമ്മൂമ്മ പറയുന്നത്. പുഴമീനും ചമ്പാവരി കൊണ്ടുള്ള ചോറും ആരോഗ്യത്തിന് വളരെ നല്ലതാണത്രേ. ശരീരം പാലം പോലെ കരുത്തുറ്റതാകും എന്നാണ് കളക്ടറോട് അമ്മൂമ്മ പറയുന്നത്. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. കളക്ടർ വീണ്ടും അമ്മൂമ്മയോട് സംസാരിക്കുകയാണല്ലേ. മഴക്കാലമാണ് വരുന്നത്, ഒറ്റയ്ക്ക് ഈ തുരുത്തിൽ താമസിക്കുന്നത് ബുദ്ധിയല്ല എന്ന് ഉപദേശിക്കുകയാണ് അമ്മൂമ്മയ്ക്ക് കളക്ടർ. വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. മുറ്റത്തെ കല്ലടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം പിഞ്ഞാണ കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു. അയാൾ കുടിച്ചു. ഇതൊന്നും തന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് അമ്മൂമ്മയുടെ പെരുമാറ്റം. കളക്ടർ തൻ്റെ ജോലി കൃത്യമായി ചെയ്യുകയാണല്ലേ. രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുന്നു, മഴക്കാലത്തിൻ്റെ ഭീകരതയെ ഓർമ്മിപ്പിക്കുന്നു, അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ അമ്മൂമ്മ തയ്യാറായില്ല. കളക്ടറുടെ മുന്നറിയിപ്പ് വകവെച്ചു കൊടുക്കുന്നില്ല. അമ്മൂമ്മയുടെ ആ ഒരു സ്വാതന്ത്ര്യബോധവും സാഹസികതയും ഒക്കെ നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാം. മാത്രമല്ല, തൻ്റെ ആതിഥ്യ മര്യാദ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട് അവർ. തൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് താൻ മാത്രമാണ് എന്ന ആത്മവിശ്വാസം അവരുടെ ഓരോ ചലനത്തിലും കാണാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലി അമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറ്റണം. ചായ കൊള്ളാമോടാ കൊച്ചേ? ഇപ്പോൾ താമസം മാറ്റാൻ പറയുമ്പോൾ ചായയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് അമ്മൂമ്മയുടെ സംസാരം. നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയെ കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു. ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബും ഉണ്ടാക്കിത്തരാം. വരണം? വരൂല. വയസ്സായ നിൻ്റെ ഒടപ്പിറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ? അതാണ് അമ്മൂമ്മയുടെ ചോദ്യം അല്ലേ. പുഴയോടുള്ള അമ്മൂമ്മയുടെ അഗാധമായ ബന്ധം വ്യക്തമാക്കുന്നൊരു ഭാഗമാണിത്. പുഴയെ കൂടപ്പിറപ്പായി കണക്കാക്കുന്നു. എന്ത് അപകടം വന്നാലും സഹോദരങ്ങളെ ഉപേക്ഷിക്കാൻ നന്മയുള്ളവർക്ക് കഴിയില്ല. ചെറിയ നാൾ മുതൽ അല്ലേ, പിച്ചവെച്ച് നടന്ന നാൾ മുതൽ ഒന്നിച്ച് കളിച്ചും ചിരിച്ചും വഴക്കിട്ടും കഴിഞ്ഞ് പുഴയും ഡാലിയും സഹോദരങ്ങളെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കളക്ടറുടെ നിർദ്ദേശങ്ങൾ അമ്മൂമ്മയ്ക്ക് സ്വീകാര്യമായില്ല. പുഴയെ ഒറ്റയ്ക്കാക്കാൻ, പുഴയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ അമ്മൂമ്മ തയ്യാറായില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലി അമ്മൂമ്മയ്ക്കില്ലായിരുന്നു. അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ആറിനു നടുക്കെത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. അമ്മൂമ്മയോടുള്ള പുഴയുടെ ബന്ധത്തിൻ്റെ തീവ്രതയാണ് അല്ലേ പുഴയുടെ ആ ഒരു നിലവിളി. പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ആത്മബന്ധത്തെക്കുറിച്ച് കൂടിയാണ് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പ്രകൃതിയും തിരിച്ചു നമ്മെ സ്നേഹിക്കും. തൻ്റെ ഉറ്റ സുഹൃത്തിനെ പിരിയേണ്ടി വന്ന അമ്മൂമ്മയുടെ ഹൃദയം തകർന്നുപോയി. ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ടി വന്നപ്പോൾ അല്ലേ, കൂട്ടുകാരിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ടി വന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ചങ്ക് തകർന്നുപോയി, ഹൃദയം തകർന്നുപോയി അമ്മൂമ്മയുടെ. 13ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി. കളക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാറ്റിന്
കിള്ളി എന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കിള്ളി എന്ന പേരിലുള്ള ഫ്ലാറ്റിലാണ്, അപ്പാർട്ട്മെൻറ്റിലാണ് ഡാലിയ അമ്മൂമ്മ കഴിയുന്നത്. അമ്മൂമ്മ സ്വന്തം നാട്ടിൽ നിന്നും നാടുകടത്തപ്പെട്ട് അവിടെ എത്തിച്ചേർന്നതാണ്. പിന്നീട് അവരുടെ താമസം ആ ഫ്ലാറ്റിലായി. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അമ്മൂമ്മയുടെ പുതിയ ജീവിതം. അവിടെ നിന്ന് കടൽ കാണാം. പുഴ എത്തിച്ചേരുന്നത് കടലിലാണല്ലോ. ആ കടലിൽ അമ്മൂമ്മ തൻ്റെ സുഹൃത്തിനെ കാണുകയാവും. ആ കടലിളക്കം നോക്കിയാണ് അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കിയത്. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടിയിറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്തു പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലി അമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ലാറ്റിൻ്റെ പുറത്തു വന്ന് മുട്ടിവിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി. പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. അമ്മൂമ്മയെ തേടി ഇറങ്ങുകയാണ് പുഴ നഗരത്തിലേക്ക്. നഗരത്തിൽ പ്രവേശിച്ച പുഴയിലെ ജീവികൾ നഗരത്തിലെ വീടുകളെ സ്വന്തം പാർപ്പിടങ്ങളാക്കി. എല്ലാ കെട്ടിടങ്ങളിലും അവ സ്ഥാനം പിടിച്ചു. ഒടുവിൽ പുഴ അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്തെത്തി. ഫ്ലാറ്റിൽ മുട്ടിവിളിക്കുകയാണ്. പ്രകൃതിയുടെ ശക്തിയെയും സ്വാധീനത്തെയുമാണ് ഇവിടെ കാണാനാവുന്നത്. പ്രകൃതി ശക്തി മനുഷ്യ നിയന്ത്രണത്തിനപ്പുറമാണ് എന്ന് പുഴയുടെ ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തന്നെ തേടിയെത്തിയ പുഴയെ അമ്മൂമ്മ തിരിച്ചറിഞ്ഞു. നഗരത്തെ വെള്ളപ്പൊക്കം ബാധിച്ചതാണെങ്കിലും പുഴ തന്നെ എത്തിയതായിട്ടാണ് അമ്മൂമ്മയ്ക്ക് അനുഭവപ്പെട്ടത്. അമ്മൂമ്മയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തമായിരുന്നു അത്. തൻ്റെ പ്രിയപ്പെട്ട പുഴയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. നിനക്കെന്താടി താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? എന്തു പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലി അമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അവർ വീണ്ടും കളിച്ചിരിയും കൊച്ചുവർത്തമാനവുമായി ഒത്തുചേർന്നു അല്ലേ. ഒരിക്കലും വിട്ടുപിരിയാത്ത സുഹൃത്തുക്കളെ പോലെ. മനുഷ്യജീവിതത്തിൻ്റെ അവസാനം പ്രകൃതിയിൽ തന്നെയാണ് അല്ലേ. സ്വന്തം നാട്ടിൽ നിന്നും നഗരത്തിലെ ഫ്ലാറ്റിൽ താമസമാക്കിയെങ്കിലും ഫ്ലാറ്റിൽ എത്തപ്പെട്ടുവെങ്കിലും ഡാലി ഒടുവിൽ എത്തിച്ചേർന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലാണ്. ഇപ്പോൾ കഥ ഇഷ്ടമായല്ലോ. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കഥയറിഞ്ഞ് കഥ മൗനമായി വായിക്കാം. ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിക്കുകയും വേണം. വായിക്കുമല്ലോ. അടുത്തത് കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ. കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം. നോട്ട്ബുക്കിൽ ക്രമമായി എഴുതൂ. കഥയിലെ ഓരോ കഥാപാത്രവും പ്രധാനപ്പെട്ടതാണ്. കഥാപാത്രങ്ങൾ: ഡാലി അമ്മൂമ്മ, കിള്ളിയാർ, പെരുമ്പാമ്പിൻ കുഞ്ഞ്, കലക്ടർ, മണലൂറ്റുകാർ, വനിതാ പോലീസ്. അടുത്തത്, ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം. ഏതൊക്കെയാണ് വ്യത്യസ്ത സന്ദർഭങ്ങൾ?
കഥയിലെ സന്ദർഭങ്ങൾ. ഒന്നാമത്തേത് ഡാലിയമ്മൂമ്മയും പുഴയും തമ്മിലുള്ള വഴക്ക്. ഡാലിയും കിള്ളിയാറും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് കഥ തുടങ്ങുന്നത്. അതൊരു സൗന്ദര്യപ്പിണക്കം പോലെയാണ് നമുക്ക് തോന്നുക. രണ്ടു പേരുടെയും സൗഹൃദത്തിൻ്റെ ആഴം നമുക്ക് ഈ ഒരു സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാം. അടുത്തത് പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ്. പെരുമ്പാമ്പിൻ കുഞ്ഞ് കഥയിലെ മറ്റൊരു കഥാപാത്രമാണ്. പുഴ ഡാലിയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തതാണ് ആ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ. കഥയിലെ മനോഹരമായൊരു സന്ദർഭമാണ് ഡാലിയും പെരുമ്പാമ്പിൻ കുഞ്ഞുമായുള്ളത്. തള്ളയില്ലാ പിള്ളയായ ആ പെരുമ്പാമ്പിൻ കുഞ്ഞിനോട് മാതൃസഹജമായ വാത്സല്യമാണ് ഡാലി അമ്മൂമ്മ പ്രകടിപ്പിക്കുന്നത്. പുഴ കരയെ കവർന്നെടുത്തത്. ഡാലിയുടെ കുടിലിന് അരികിലൂടെയാണ് കിള്ളിയാർ ഒഴുകുന്നത്. പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ആ തുരുത്തിൽ ഉള്ളത്. മണലൂറ്റുകാർ പുഴയിലെ മണൽ ഊറ്റിയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പുഴ കരയെ കവർന്നെടുത്തിരുന്നു. തുരുത്തിൽ ജീവിതം അസാധ്യമായപ്പോൾ അവിടുത്തെ താമസക്കാർക്ക് നാടുവിട്ടു പോകേണ്ടി വന്നു. കലക്ടറുടെ വരവ്. തുരുത്തിൽ ഡാലി മാത്രം ബാക്കിയായപ്പോൾ ഡാലിയെ പുനരധിവസിപ്പിക്കാനായി കലക്ടറും സംഘവും എത്തുന്ന കാഴ്ചയാണ് കഥയിൽ പിന്നീട് നാം കാണുന്നത്. ആ ഭരണാധികാരിയുടെ കരുതലും ആത്മാർത്ഥമായ ഇടപെടലും കാരണം മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പായി ഡാലി ഫ്ലാറ്റിലേക്ക് പറിച്ചു നടപ്പെടുന്നു. ഡാലി അമ്മൂമ്മയുടെ നാടുകടത്തൽ. തൻ്റെ കൂടപ്പിറപ്പായ പുഴയെ തനിച്ചാക്കി പോകാൻ തയ്യാറാകാത്ത ഡാലിയെ വനിതാ പോലീസുകാർ ബലം പ്രയോഗിച്ചാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. കിള്ളിയും ഡാലി അമ്മൂമ്മയും പുനഃസമാഗമം. ചങ്ങാതിയായ മഴയുടെ സഹായത്തോടെ പുഴ ഡാലിയെ അന്വേഷിച്ച് നഗരത്തിൽ എത്തുന്നു. ഒരിക്കലും വേർപിരിയാത്ത സുഹൃത്തുക്കളായി അവർ വീണ്ടും ഒരുമിക്കുന്നു. അടുത്തത് വാക്കെടുക്കാം, വരിയൊരുക്കാം. താഴെ 2 കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ. ആദ്യത്തെ കോളത്തിൽ പുഴ, നടന്നു, പാമ്പ്, ചാടി, കുടിച്ചു, അമ്മൂമ്മ, മീൻ, ഇരുന്നു. രണ്ടാമത്തേതിൽ കറുത്ത, വലിയ, പെട്ടെന്ന്, മെല്ലെ, നിറഞ്ഞ, ചെറിയ, ഭംഗിയുള്ള, വേഗത്തിൽ. 2 കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക. ഉദാഹരണം: ഞാൻ വേഗത്തിൽ നടന്നു. കുറച്ച് വാക്യങ്ങളിത്. കുട്ടി നിറഞ്ഞ പുഴ കണ്ടു. അത് ചെറിയ പാമ്പാണ്. അമ്മൂമ്മ മെല്ലെ നടന്നു. അക്വേറിയത്തിൽ ഭംഗിയുള്ള മീൻ ഉണ്ട്. അത് കറുത്ത പാമ്പായിരുന്നു. അടുത്തത് ഭാവത്തിനൊത്ത് പറയാം. കഥയിലെ വിവിധ സന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓരോരുത്തരുടെയും ഭാഗം ഓരോ കുട്ടികളായിട്ട് അവതരിപ്പിക്കാം. ഹൃദയപൂർവ്വം പറഞ്ഞത്. ഡാലിയമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ? അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും? ആ സംഭാഷണം എഴുതി നോക്കൂ. ഇതാ ഇവിടെ ഒരു സംഭാഷണ ഭാഗം നോക്കൂ. പുഴ: നിനക്കെന്താടി, താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? എന്തു പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? ഡാലി: പോടി, നീ എന്തേ വരാൻ താമസിച്ചത്? പുഴ: നീ പോയപ്പോൾ മുതൽ നിന്നെ ഞാൻ തിരയുകയായിരുന്നു. ഡാലി: കലക്ടർ പയ്യനും കൂട്ടാളികളും എന്നെ ഈ നഗരത്തിലേക്കാണ് കൊണ്ടുവന്നത്. പുഴ: നീ പോന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മുടെ മഴച്ചങ്ങാതി കൂട്ടായി എത്തി. ഞങ്ങൾ രണ്ടും ചേർന്നാണ് നിന്നെ തിരഞ്ഞിറങ്ങിയത്. ഡാലി: കുറച്ചു സങ്കടപ്പെട്ടെങ്കിലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞല്ലോ, സന്തോഷായി. പുഴ:
വരൂ, നമുക്കിനി കടലിലേക്ക് പോകാം. നമ്മെ ഇനി ആരും വേർപിരിക്കാതിരിക്കട്ടെ. അടുത്തത് മൊഴിയഴക്. നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. നോക്കാതെയും പാക്കാതെയും. മര്യാദിക്ക്, തള്ളയില്ല പിള്ള, കാണാൻ മെനയുള്ള, തംതാരിച്ച്, പുള്ളാരെ കൊണ്ട്, തേയില വെള്ളം, ഒടപ്പരന്നോൾ. അടുത്തത് ഭൂമിക്കായി. ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശമുയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ, മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ. സന്ദേശവാക്യം: പ്രകൃതിയെ സംരക്ഷിക്കുക, അത് നമ്മുടെ സ്വത്താണ്. മുദ്രാഗീതം: പ്രകൃതി നമ്മുടെ സ്വത്ത്, അതിൻ്റെ സുരക്ഷ നമ്മുടെ കയ്യിൽ. പ്രകൃതി നമ്മുടെ സ്വത്ത്, അതിൻ്റെ സുരക്ഷ നമ്മുടെ കയ്യിൽ. ചേർന്നു പാടുക നമ്മൾ, ഇനിയും ചൂഷണമരുതേ അരുതേ. ചേർന്നു പാടുക നമ്മൾ, ഇനിയും ചൂഷണമരുതേ അരുതേ. ഇനി കുറച്ച് അർത്ഥം. കലി, കോപം. തുരുത്ത്, പുഴയുടെ നടുവിലുള്ള കരപ്രദേശം. വങ്ക്, പൊത്ത്. കൂലം കുത്തുക, കര തകർക്കുക. തുണ, സഹായം. നിരാലംബർ, ആശ്രയം ഇല്ലാത്തവർ. മെനയുള്ള, കൊള്ളാവുന്ന. മുടുക്ക്, ഇടവഴി. വിഷാദം, സങ്കടം. അപാരമായി, അതിരില്ലാതെ. പര്യായപദങ്ങൾ: പാമ്പ്, ഉരകം, നാഗം, പന്നകം. വെള്ളം, നീര്, തോയം, ജലം. നദി, പുഴ, ആറ്, സരിത്ത്. പിരിച്ചെഴുതുക: ചുറ്റിപ്പിണഞ്ഞ്, ചുറ്റി പ്ലസ് പിണഞ്ഞ്. അവർക്കിടയിൽ, അവർക്ക് പ്ലസ് ഇടയിൽ. തടവി തടവി, തടവി പ്ലസ് തടവി. വിഗ്രഹിക്കുക: വൃദ്ധ വിധവകൾ, വൃദ്ധകളായ വിധവകൾ. പൂർണ്ണ സംരക്ഷണം, പൂർണ്ണമായ സംരക്ഷണം. ശരീരബലം, ശരീരത്തിൻ്റെ ബലം. നഗരഗൃഹങ്ങൾ, നഗരത്തിലെ ഗൃഹങ്ങൾ. ഉത്തരം കണ്ടെത്താം. പുഴയുടെ ജോലി എന്താണ്? ഉത്തരം: പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി. വീടുകൾ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാകാത്തവരെ നാടുകടത്തിയത് എങ്ങനെ? ഉത്തരം: പോകാൻ കൂട്ടാക്കാത്തവരെ മണലൂറ്റുകാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻവില നൽകിയും ആണ് നാടുകടത്തിയത്. ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയത് എപ്പോൾ? ഡാലിയമ്മൂമ്മയെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റിപ്പോകുന്നത് കണ്ട പുഴ നിലവിളിക്കുന്നത് കേട്ടപ്പോഴാണ് ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയത്. പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലിയമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ടതാര്? പുഴ. പുഴയെ ഡാലിയുടെ മുറ്റത്തെത്തിച്ചത് ആരാണ്? മണലൂറ്റുകാർ. ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കലക്ടർ നിർദ്ദേശിച്ച പേര് എന്താണ്? കിള്ളി. ഇനി നമ്മുടെ കഥ എഴുതിയ ആളുടെ പേര് വി ഷിന്നിലാൽ എന്നാണ്. അദ്ദേഹം നോവലിസ്റ്റും ചെറുകഥാകൃത്തുമൊക്കെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്ടാണ് ജനിച്ചത്. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനിൽ TTA ജോലി ചെയ്യുന്നു. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.